എല്ലാവർക്കും നമസ്കാരം. ഓണം എത്തിയിരിക്കുകയാണല്ലേ. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഓണസദ്യയാണ്. ഈ ഓണക്കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് സദ്യ നമുക്ക് വേണ്ടുവോളം കഴിക്കാം. നമ്മുടെ വീട്ടിൽ സദ്യ ഉണ്ടാവും, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് സദ്യ, പിന്നെ കല്യാണ സീസണുകളാണോ കല്യാണത്തിന് സദ്യ, അങ്ങനെ സുഭിക്ഷമായിട്ട് നമുക്ക് ഓണസദ്യകൾ നമുക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റിയ ഒരു കാലം തന്നെയാണ് അല്ലേ. ഇന്ന് നമുക്ക് ഓണസദ്യയിലെ ഓരോരോ കൂട്ടുകൾ പറഞ്ഞു തരാനായിട്ട് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള രേഖ ചേച്ചിയാണ് നമുക്ക് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. രേഖ ചേച്ചി നമസ്കാരം. സദ്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ സദ്യക്ക് കഴിക്കാനാണ് ഇഷ്ടം. അതായത് ഇപ്പൊ രേഖ ചേച്ചിക്ക് എങ്ങനെയാണ്, സദ്യ കഴിക്കാനാണോ അതോ സദ്യ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണോ, എന്താണ് ഇഷ്ടം? മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെ, മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം. സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? കൂട്ടുകറി തന്നെയാണോ? കൂട്ടുകറി ഒന്നുമില്ല, എനിക്ക് സദ്യയിൽ നമ്മൾ എല്ലാ കറികളും എനിക്ക് ഇഷ്ടം തന്നെയാണ്. കൂടുതലും പൈനാപ്പിൾ കറി നല്ല ഇഷ്ടമാണ് എനിക്ക്. അതെ, അതുപോലെ എലിശ്ശേരി നല്ല ഇഷ്ടമാണ്. രേഖ ചേച്ചി, അപ്പൊ നമുക്കിന്ന് എന്താണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്? കൂട്ടുകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രേഖ ചേച്ചി, നമുക്കിന്ന് കൂട്ടുകറിയാണ് നമ്മുടെ CCTV പ്രേക്ഷകർക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കുറേ ഐറ്റംസ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രേഖ ചേച്ചി നമുക്കിന്ന് കാണിച്ചു തരും എങ്ങനെയാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്കത് കാണിച്ചു തരില്ലേ? അപ്പോൾ ഏതൊക്കെ കഷ്ണങ്ങൾ ആദ്യം നമ്മൾ കടലപ്പരിപ്പ് തലേദിവസം ഒരു 5 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ആ കടലപ്പരിപ്പ് നമ്മൾ ഇത് കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറിൽ നമ്മൾ അത് 2 അടി അടിച്ചു കഴിഞ്ഞാൽ അത് വേവും. അത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള കഷ്ണങ്ങളാണ് കായ, നേന്ത്രക്കായ, ക്യാരറ്റ്, ചേന, മത്തങ്ങ. ഇതല്ലാണ്ട് നമ്മൾ വേറെ കഷ്ണങ്ങൾ ഇടാം. എന്നാലും കൂടുതൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ കുമ്പളങ്ങയൊക്കെ ഉപയോഗിക്കാം, വെള്ളിരിക്കും ചിലവർ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. ഇതാണ് കൂടുതൽ. എല്ലാ കഷ്ണം ഉപയോഗിച്ചുകൊണ്ടും കുഴപ്പമൊന്നും. കൂട്ടുകറി എന്ന് പറയുമ്പോൾ എല്ലാ പച്ചക്കറിയും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു കറിയാക്കാന്നല്ലേ. എന്നിട്ട് ആ കടല വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നുറുക്കിയ കഷ്ണം അതിലിടുന്നു. അതിട്ട് അതിൽ തരി മുളകും പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട് നമ്മൾ ഒന്നും കൂടി ഒരു വിസിലും കൂടി വരുത്തും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് വിസിൽ അധികം നേരം വെക്കേണ്ട. അത് പകുതി ആകുമ്പോൾ തന്നെ തുറന്ന് ആ വിസിലുകൾ അല്ലെങ്കിൽ വേവ് കൂടി പോകും. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് കാണുന്നതിലൂടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവട്ടെ. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം എന്താ നമ്മളത് കട്ട് ചെയ്യണല്ലേ? ആദ്യം വെച്ചെങ്കിൽ കടലപ്പരിപ്പ് ആദ്യം വെക്കാം. എന്താ വെച്ചെങ്കിൽ പെട്ടെന്ന് അപ്പോൾ ആവൂല. ഈ കഷ്ണം മുറുക്കുമ്പോഴേക്ക് കടലപ്പരിപ്പ്. ശരി. നമ്മൾ കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അത് ആദ്യം നമുക്ക് വേവാൻ വേണ്ടിയിട്ടാണ് കടലപ്പരിപ്പ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. രേഖയുടെ ചെറുപ്പകാലത്തിൽ എങ്ങനെയായിരുന്നു ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ടായിരുന്നത്? ചെറുപ്പകാലത്തിൽ നല്ല ഇപ്പോഴുള്ളതിൻ്റെ ഏറ്റവും ഒരു നൊസ്റ്റാൾജിക്കൽ ഫീൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചെങ്കിൽ ഇന്നതില്ല. എന്ന് വെച്ചെങ്കിൽ അന്ന് നമ്മൾ ഓണം വരിക എന്ന് പറഞ്ഞ വളരെയേറെ സന്തോഷമാണ്. എന്ന് വെച്ചെങ്കിൽ നമുക്ക് പുതിയ ഡ്രസ്സ് കിട്ടും. അതുപോലെ തന്നെ അത്തം തുടങ്ങി കഴിഞ്ഞ് നമ്മള് തൊടിയിലൊക്കെ പോയിട്ട് പൂക്കൾ പറിക്കുക. ഇന്നൊന്നും കാശ് കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അന്നെന്ന് പറഞ്ഞ് നമ്മള് ഈ മുക്കുറ്റി, അതുപോലെ തന്നെ തുമ്പപ്പൂ കണ്ടിട്ടുണ്ട്, വെളുത്ത പൂവ്. ആ പൂവ് അതുപോലെ മറ്റുള്ള പൂക്കളൊക്കെ നമ്മുടെ തൊടിയിൽ തലേദിവസം തന്നെ നടന്ന് ഒക്കെ പറിച്ചു കൊടുന്നിട്ടാണ് നമ്മള് അത്തങ്ങളിട്ടിരുന്നത്. ഇന്ന് പറഞ്ഞാൽ നമ്മൾ 50 രൂപ കൊടുക്കണം വാങ്ങിക്കും പൂക്കളിടണം. അന്നെന്ന് പറഞ്ഞാൽ അത് കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല സന്തോഷമുള്ള ഒരിതുണ്ടായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മള്
ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ വ്യത്യാസമുണ്ട്. അതെ, നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നു കാര്യങ്ങളൊക്കെയാണ്. പണ്ട് കാലത്ത് നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ വലിയൊരു ആഘോഷം തന്നെയായിരുന്നു. മുടക്ക് നമ്മൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് അതായത് ഓണം വെക്കേഷൻ ഒക്കെ വരുമ്പോൾ വളരെ സന്തോഷമാണ് നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ. സന്തോഷമായിരുന്നു. അതെ, ആ സന്തോഷം നല്ല രീതിയിലായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ. ഇന്ന കാലഘട്ടത്തിനുള്ള വളരെയേറെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെയൊക്കെ കാണുന്നത്? കാര്യങ്ങള് ഓണത്തിനെ കുറിച്ചാണ് വെച്ചെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ആ ഭക്ഷണങ്ങൾ വെക്കുന്നു, നമ്മൾ ചെയ്യുന്നുണ്ട് കൃത്യമായി. നമ്മൾ ഒരു ഉച്ച നേരത്ത് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു പോകുന്നില്ല. ഇപ്പൊ ഇവിടെ കൂട്ടുകുടുംബം ഒന്നുമില്ല. എന്താ വെച്ചെങ്കിൽ നമുക്ക് കൂട്ടുകുടുംബം എല്ലാവരും കുറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. പിന്നെ മോൻ മസ്കറ്റിലാണ്. അപ്പോൾ അവൻ പിന്നെ ഇല്ല. അപ്പൊ ഞങ്ങളൊരു ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാതും വെക്കും കേട്ടോ, കറികളൊക്കെ വെക്കും. എത്ര ആഘോഷിക്കാറുണ്ട്. ഞങ്ങൾ അയൽവാസികളെ വിളിക്കും, അവിടുത്തെ കുട്ടികളെ വിളിക്കും. അതെ, ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സൗഹാർദ്ദമാണ്. നമുക്ക് അതില് മതപരമായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യരാണ്, ഒരൊറ്റ കെട്ടാണെന്ന് കാണിക്കുന്നതാണ് ഈ ഓണം. അപ്പൊ ഞങ്ങളുടെ അപ്പുറത്ത് ഇപ്പുറത്തെ മുസ്ലിംസാണ്. അപ്പൊ അവരെ ഞാൻ വിളിക്കാറുണ്ട്. ചിലപ്പോൾ അവിടെയും കുട്ടികളൊന്നും ഇല്ല, ചെറിയൊരു കുട്ടി മാത്രം. ചിലപ്പോൾ വരും, ചിലപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും, മോൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കും. അപ്പോൾ ആ ഒരു സന്തോഷം. പിന്നെ ജനപ്രതിനിധിയായി എന്നുള്ളതിൽ പറയുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് മറ്റുള്ള ആളുകൾ ഓണം വിഷ് ചെയ്യാൻ വിളിക്കും. അതുപോലെ തന്നെ പൊതുവെ നമുക്ക് സമൂഹത്തിനോടൊരു ഇതുണ്ടല്ലോ, കടപ്പാടുണ്ടല്ലോ. അപ്പം വല്ല ആളുകളൊക്കെ ഉണ്ടെച്ചെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെ ഉണ്ടെച്ചെങ്കിൽ അവരുടെയൊക്കെ പോകും. ഇനി നമുക്കിവിടെ എന്താണ്, നമ്മള് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്താണ് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ? നമ്മളിപ്പോ ഈ കടലപ്പരിപ്പ് ഞാൻ പറഞ്ഞില്ലേ, 2 വിസിൽ വന്നിട്ട് നമ്മൾ ഈ പച്ചക്കറികൾ അതിലേക്ക് ഇടും. നമ്മൾ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ എന്താ, അത് വേവിക്കാൻ നിൽക്കുക. അത് രണ്ടും കൂടി വേവിക്കുക. അപ്പം മുളകും പൊടി ഇടുക. ഇനി ഏതാ വേണ്ടത്? മുളകും പൊടി ഇട്ടു, നമ്മൾ തരി കുരുമുളക് പൊടി ഇടുന്നു, പിന്നെ ഉപ്പിടുന്നു. ഇതെല്ലാം കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അതൊന്ന് വേവട്ടെ. രേഖേച്ചി, എന്തൊക്കെയാണ് ഓണായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്? ഈ പ്രാവശ്യം ഞങ്ങൾ 5 വർഷം കഴിയാണ്, ലാസ്റ്റ് ഇതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ പദ്ധതികളൊക്കെ വെച്ചിട്ടുണ്ട്. ആ പദ്ധതികളൊക്കെ ഞങ്ങൾ ഇത്തിരി നേരത്തോടു കൂടി തന്നെ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഓണത്തിൻ്റെ ഇടയിലാണ് അതൊക്കെ നടത്തി വരുന്നത്. നമ്മൾ ഭിന്നശേഷി കുട്ടികളുടെ ഒരു സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വയോജന സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അംഗനവാടി കലോത്സവം നടത്താൻ തീരുമാനിച്ചു. കുടുംബശ്രീയുടെയും കൃഷിഭവനിൽ ഞങ്ങൾ ഓണച്ചന്ത നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് പരിപാടികളുണ്ട് ഈ സമയത്ത്. എത്ര വർഷമായി ഞാൻ ഈ ഫീൽഡിൽ? ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഈ ഒരു 5 വർഷം പ്രസിഡന്റായിട്ടും. അങ്ങനെ 10 വർഷമായി നമ്മുടെ ഈ ഒരു ഫീൽഡിൽ നിര സജീവമായിട്ട് നമ്മുടെ രേഖേച്ചി നിൽക്കുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളിലൂടെ ജനങ്ങളുടെ ഒപ്പമാണ് രേഖേച്ചിയുടെ ആ ഒരു 10ാമത്തെ ഓണം ഇപ്പോൾ പൂർത്തിയാവാൻ പോവുകയാണ്. ഈ ഒരു 10 കാലം ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിനൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് വെച്ചെങ്കിൽ സമൂഹത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ നല്ല രീതിയിൽ നമുക്ക് സാധിച്ചു. നമ്മൾ ചില പദ്ധതികളൊക്കെ നമുക്ക് നടത്തി പോകുമ്പോൾ വളരെയേറെ സന്തോഷങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒട്ടേറെ പദ്ധതികൾ. ഇപ്പോൾ അംഗനവാടികൾക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല, അത് സ്ഥലം കിട്ടി ഒരു 5 അംഗനവാടിയോളം നിങ്ങൾക്ക് പണിയാൻ സാധിച്ചു. അതുപോലെ തന്നെ വഴിയോര വിശ്രമ കേന്ദ്രം, മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വഴിയോര വിശ്രമ കേന്ദ്രം, അതുപോലെ മിനിയം സ്റ്റെപ്പ്. അതുകൂടാതെ തന്നെ ഒരു 36 സ്ത്രീകൾക്ക് ഞങ്ങൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു. അതെ, അതൊരു വലിയൊരു കാര്യമാണ്. കാരണം സ്ത്രീകളെ ഒരു സ്വന്തം കാലിൽ നിർത്തുക എന്ന് പറയുന്നത് അവരുടെ സംരംഭം. അതിലെങ്കിൽ വീടുകളിൽ പോയി ശേഖരിച്ചു വേണ്ട മാലിന്യം അവർക്ക് ആദ്യം നമ്മളെ പഞ്ചായത്ത്, അവർ തൊഴിലുറപ്പിനൊക്കെ പോയിരുന്നതാണ്. അപ്പോൾ അവർക്ക് ആദ്യം പഞ്ചായത്തിൽ നമ്മൾ തീരുമാനം എടുത്തു എന്ന് വെച്ചെങ്കിൽ അവർ തൊഴിലുറപ്പിന് ഒരു 300 രൂപയെങ്കിലും കിട്ടുന്ന ആ 300 രൂപ നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ സാധിക്കണം എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് ഫണ്ട് എടുത്തുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം നമ്മൾ 300 രൂപ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി അവർ നല്ല ആത്മാർത്ഥത്തോടു കൂടി അവർക്കും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർക്ക് 500 രൂപയാണ് അവർക്ക് ഒരു ദിവസം വരുമാനം ആക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് വളരെയേറെ സന്തോഷം. ഒരു കുടുംബത്തിൽ പല ആളുകൾക്കും അവരുടെ ജീവിതം വെച്ചെങ്കിൽ പല രീതിയിലാണ്.
ചിലവർക്ക് ഭർത്താക്കന്മാരുണ്ട്, ചിലവർ ഭർത്താക്കന്മാർ അസുഖങ്ങളായിട്ടുള്ളവർ, വിധവകളായ ആളുകളൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ആ കുടുംബത്തിനെ ജീവിക്കാൻ ഒരു സാമ്പത്തികം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി. അത് മാത്രമല്ല ഉദ്ദേശം, നമ്മുടെ മാലിന്യ സംസ്കരണം വളരെയേറെ ഇന്ന് നമ്മുടെ ഭൂമി നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. ആ ഭൂമിനെ വീണ്ടെടുക്കുന്നതിനും കൂടിയാണ് ഇതുപോലുള്ള പദ്ധതി വെച്ച്. അതോടുകൂടി തന്നെ ആ പദ്ധതിയിലേക്ക് സ്ത്രീകളെ, വനിതാ കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിയതിൻ്റെ വളരെയേറെ സന്തോഷമുണ്ട്. വെച്ചെങ്കിൽ അവരാണല്ലോ ഇപ്പം പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം അവർക്കൊരു വരുമാന മാർഗം ആവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ചേലോടെ ചൂണ്ടൽ എന്നൊരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ചേലോടെ ചൂണ്ടൽ എന്ന് വെച്ചെങ്കിൽ നമ്മൾ പുല്ലുകളൊക്കെ പഞ്ചായത്ത് ആണ് ചെയ്തിടുന്നത്, മെമ്പർമാരാണ് ചെയ്തു തരുന്നത്. വാർഡുകളിലെല്ലാം പുല്ലും ഇതൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് മാറ്റി നമ്മൾ ഈ പഞ്ചായത്തിൽ തന്നെ ഒരു 10ഓളം സ്ത്രീകൾക്ക് പുല്ല് വെട്ടാൻ പരിശീലനം കൊടുത്ത് അവരെ കൊണ്ടാണ് ഇപ്പോൾ പുല്ല് വെട്ടിക്കുന്നത്. അപ്പൊ ആ പദ്ധതി അവർക്കൊരു തൊഴിൽ പോലെ ആവുകയും ചെയ്തു. ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ചീഞ്ചട്ടിയിലേക്ക് പകർത്തുക വെച്ചെങ്കിൽ ആ വെന്ത് കഴിഞ്ഞാൽ നാളികേരം നമ്മൾ ജീരകം ഇട്ട് അരച്ച് കുറച്ച് ഇതിൻ്റെ ഒരു ഭാഗം നാളികേരം അരപ്പ് തയ്യാറാക്കണം. അത് കഴിഞ്ഞ് നാളികേരത്തിന് ബാക്കിയുള്ള 3/4 ഭാഗം നമ്മൾ വറക്കണം. നല്ല ഒരു ബ്രൗൺ കളറിൽ നല്ല വറുത്ത് എടുക്കണം. എടുത്തിട്ട് വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ. അതോടുകൂടി തന്നെ കുറച്ച് ശർക്കര ഇതിലേക്ക് കൂട്ടുകറി, ചെറിയൊരു മധുരം അതുകൂടി ചേർക്കും. എന്നിട്ടാണ് അതിൻ്റെ എല്ലാം ഫൈനലാകുമ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചു. ഇത് ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ വറുത്തുകൊണ്ടിരിക്കണം. ഇതെങ്ങനെയാ, വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യാൻ? വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അതെ, വെളിച്ചെണ്ണയാണ്. മറ്റൊന്നും വെച്ചാൽ ആ ടേസ്റ്റ് കിട്ടില്ല. വെളിച്ചെണ്ണയ്ക്ക് വില കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. അതെ, നമ്മൾ കേരളീയർക്ക് വെളിച്ചെണ്ണ ഇല്ലാണ്ട്, വെളിച്ചെണ്ണയും നാളികേരും ഇല്ലാണ്ടൊരു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള അത് എത്ര ഒഴിച്ചാലും ആ മണം തോന്നും നമുക്ക് കിട്ടില്ല. ശരിയാണ്. നമ്മുടെ ഒറിജിനൽ വെളിച്ചെണ്ണ ആയിരിക്കണം. മറ്റുള്ള വെറുതെ മണത്തിന്റെ ആ രസമൊന്നും ഉണ്ടാവില്ല. നല്ല ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ. തേങ്ങ ഒക്കെ മേടിക്കുക ചെയ്യാറ്? ഞങ്ങൾക്ക് അധികം ഇതൊന്നുമില്ല, തെങ്ങൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കും. അവിടെ പഞ്ചായത്തിലെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? പഞ്ചായത്തിൽ ഞങ്ങൾ ഓണാഘോഷിക്കും. ഞങ്ങൾ 2-ാം തീയതി ഈ പ്രാവശ്യം ഞങ്ങൾ 2-ാം തീയതി ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെയും ഒരു കുടുംബം പോലെ തന്നെയാണ്. അവിടെ ഒരു കുടുംബം പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും സ്റ്റാഫും മെമ്പർമാരും എല്ലാവരും കൂടിയിട്ട് തിരുവാതിരയൊക്കെ കളിക്കാറുണ്ട്. അതെ, പ്രാക്ടീസുകൾ ഇപ്പൊ തന്നെ തുടങ്ങി. പ്രാക്ടീസൊന്നും ഞങ്ങൾ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ തട്ടിക്കൂട്ടിയിട്ടും ഒരു ദിവസമൊക്കെ ഉണ്ടെങ്കിലോ ഏകദേശമൊക്കെ ഓരോരുത്തർക്ക് സ്റ്റെപ്പുകളൊക്കെ അറിയാം. അതെ, അതൊക്കെ വെച്ച് കളിക്കാറുണ്ട്. ഉള്ളതുപോലെ ഓണം ആയിട്ട് ആഘോഷിക്കും. കത്തക്കളൊക്കെ ഇട്ട് 2 തരം പായസമൊക്കെ ഓർഡർ ചെയ്യും എല്ലാവരും. എങ്ങനെയാ സദ്യയൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരിക? നമ്മൾ വീട്ടുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ബുദ്ധിമുട്ടില്ല. നമ്മളത് ഓർഡർ ചെയ്തിട്ട് ചെയ്യും. വെച്ചെങ്കിൽ സ്റ്റാഫുകൾക്ക് ഒരു പരിധി ഉണ്ടല്ലോ. പിന്നെ വെച്ചെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു തീരുമാനമുണ്ട്, വർക്കിംഗ് സമയത്ത് കൂടുതലൊന്നും ഇതിന് ആഘോഷം പാടില്ല. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സേവനം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉച്ചനേരത്തുള്ള ഒരു സമയം കൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇതാവും. പിന്നെ അപ്പോഴേക്കും ഭക്ഷണം കഴിച്ച ഒരു 5 മിനിറ്റ് നേരം ആ വർക്കിംഗ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒന്ന് ഇതാവുന്നു മാത്രം. നമ്മുടെ തേങ്ങ അവിടെ നമ്മൾ സെറ്റായിട്ടുണ്ട്. നമ്മളിത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി നമ്മൾ കടുക് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രേഖേച്ചി. ഇതിലേക്ക് എണ്ണ ചൂടായാൽ നമ്മൾ കടുകിടുന്നു. പിന്നെ ഉഴുന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ മുളകും വറ്റൽമുളകും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് താളിക്കും. ഓക്കെ.
എണ്ണ നല്ല ചൂടായി, കടുകൊക്കെ പൊട്ടി തുടങ്ങി. ഇനി നമ്മൾ അതിലേക്ക് ഉഴുന്ന് ഇടാൻ പോവാണ്. ഉഴുന്നിട്ടിട്ടുണ്ട്. ഉഴുന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലും ഇടുക. അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ രേഖ ചേച്ചി നമ്മുടെ CCTV പ്രേക്ഷകർക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ള കൂട്ടുകറി നമുക്ക് ഇനി ഒന്ന് സെർവ് ചെയ്യാം. കൂട്ടുകറിയുടെ നല്ലൊരു മണമൊക്കെ നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേഖ ചേച്ചിയുടെ കൂട്ടുകറി എൻ്റെ കയ്യിൽ ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സെറ്റ് സാധനം, നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ രേഖേച്ചി ജനപ്രതിനിധി മാത്രമല്ല കൈപ്പുണ്യത്തിലും ഒട്ടും പുറകിലല്ല എന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. കാരണം അടിപൊളിയായിട്ട് അത്രയും സൂപ്പറായിട്ട് നമുക്ക് കൂട്ടുകറി ഇവിടെ ഒരുക്കി തന്നിരിക്കുകയാണ്. ഒരു തിരക്കേറിയിട്ടുള്ള ജനപ്രതിനിധിയാണ്. കുറേ അധികം തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ CCTV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം നമുക്ക് മാറ്റിവെച്ച് തന്ന രേഖേച്ചിക്ക് ഞാൻ ഒരുപാട് നന്ദി പറയാണ്. അതുപോലെ തന്നെ രേഖേച്ചിക്ക് CCTVയുടെ പ്രേക്ഷകരുടെയും എൻ്റെയും വക ഹാപ്പി ഓണം. ചേച്ചിക്ക് എന്താണ് CCTV പ്രേക്ഷകർക്ക് ഓണത്തിനായിട്ടുള്ള ഒരു സന്ദേശം തരാനുള്ളത്? എനിക്ക് സന്ദേശം തരാനുള്ളത് യുവജനങ്ങൾക്കാണ് കൂടുതൽ സന്ദേശം കൊടുക്കാനുള്ളത്. ഇന്നും വളരെയേറെ ലഹരി നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളതാണ്. ആ ലഹരി നമുക്ക് എങ്ങനെയും കൂടി ഒന്ന് ഓടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ യുവജനങ്ങളാണ്, കുട്ടികളാണ് ഇന്ന് അതിന് മുൻകൈ എടുത്തുകൊണ്ട് വരേണ്ടത്. എന്താ വെച്ചെങ്കിൽ നമ്മുടെ ഓണാന്ന് വിചാരിച്ച് ബൈക്ക് ചെത്തി നടക്കലും അതുപോലെ നല്ല ആക്സിഡൻറ്റ് നമ്മുടെ യുവാക്കളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ലഹരികളൊന്നും ഉപയോഗിക്കാതെ തന്നെ പുറത്തേക്ക് ആഘോഷിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ആപത്തുകളൊന്നും ഇല്ലാതെ നല്ലൊരു ഓണം നമുക്ക് ആശംസിക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മുടെ വീടുകളിൽ പല സംഭവങ്ങളും നമുക്കറിയാം. ഓണത്തിൻ്റെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഓണത്തിൻ്റെ അന്ന് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അന്ന് ആ കുടുംബം എന്നല്ല, അപ്പോൾ നമ്മുടെ ആ സന്തോഷം മൊത്തം ആ നാട് മൊത്തം പിന്നെ കണ്ണീരിലാണ്. അപ്പോൾ നമ്മളത് മാറ്റി വരും തലമുറ എപ്പോഴും നല്ല രീതിയിൽ ലഹരിക്ക് വിമുക്തമായി അവരുണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ പ്രേക്ഷകരായ കുട്ടികളോട്, അതുപോലെ വലിയവരും, എന്നാലും കൂടുതൽ ഇപ്പോൾ കുട്ടികളാണ് അതിലേക്ക് മാറിപ്പോകുന്നത്. അപ്പോൾ അവർ നല്ല യുവജനങ്ങളാണ്. അവർ ഇനിയും കുറേ ഓണങ്ങൾ ആഘോഷിക്കാണ്ട്. അപ്പോൾ ലഹരിക്ക് അടിമയായി ആപത്തുകൾ വന്ന് പെട്ടെന്ന് മരണം സംഭവിക്കാതൊക്കെ മാറ്റി ഇനിയും കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ ഇതൊക്കെ ഒഴിവാക്കി നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ലഹരി അല്ലാതെ തന്നെ പല ലഹരികൾ നമ്മുടെ ഡാൻസായാലും പാട്ടായാലും ഓണത്തിന് നമ്മൾ ഊഞ്ഞാല് കളിക്കുക, അതുപോലെ തുമ്പി തുള്ളില്, അങ്ങനത്തെ ഞങ്ങളുടെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ഒരു ഓണം വന്നത് കഴിഞ്ഞ് ഉച്ചയാകുമ്പത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് കിഴൂരാണ്. ഞങ്ങൾക്ക് വിവേകാനന്ദ കോളേജിൻ്റെ കുന്നത്തേക്ക് പോവുക. അവിടെ അതുപോലെ എല്ലാ നാട്ടിലുള്ള ആളുകളൊക്കെ അവിടെ വരും. അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കും. ആഘോഷമായിരുന്നു. അത് ഞാൻ പറഞ്ഞത്, അതുപോലെ ആഘോഷിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ചെത്തി നടക്കുന്നത് ഒഴിവാക്കി ജീവിതം ഇനിയും കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഓണം, ഈ വരാൻ പോകുന്ന ഈ ഓണം നല്ല രീതിയിൽ എല്ലാ പ്രേക്ഷകരും ഓണം ആഘോഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലാ CCTV പ്രേക്ഷകർക്കും ഓണാശംസകൾ.